വി ഡി സതീശനെ അട്ടിമറിക്കാൻ നീക്കം. 2026 മെയ് 18 വി ഡി സതീശൻ മുഖ്യമന്ത്രിയായുള്ള മന്ത്രിസഭ അധികാരമേൽക്കുന്നത്. ഏതാണ്ട് 2 മാസം പിന്നിടുമ്പോൾ കോൺഗ്രസിന് അകത്ത് നിന്ന് തന്നെ വലിയ തോതിൽ വി ഡി സതീശന് എതിരായുള്ള അമർഷം പുകയുകയാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഏകപക്ഷീയമായി എടുക്കുന്നു, നടപ്പിലാക്കുന്നു. ആരോടും കൂടിക്കാഴ്ച നടത്തുന്നില്ല, മന്ത്രിസഭയിൽ ആലോചിക്കുന്നില്ല, UDF-ൽ ആലോചിക്കുന്നില്ല. എല്ലാം തന്നെ വി ഡി സതീശൻ സ്വന്തമായി തീരുമാനിക്കുന്നു, നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് വിമർശനം. ഈ വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് പരസ്യമായി ഉന്നയിക്കപ്പെടുകയാണ്. അതിനു മുൻപായി നമുക്ക് അറിയാമല്ലോ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേരാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, വി ഡി സതീശൻ. ഇതിലെ അവസാന ലാപ്പിലാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് 2 വിഭാഗങ്ങൾ കടുത്ത അമർഷത്തിൽ കഴിയുന്നു. അവർ പല കാര്യങ്ങളും പരസ്യമായി പറയാതെ ഉള്ളിൽ ഒതുക്കുകയാണ്. സതീശന്റെ ഏകപക്ഷീയമായ നിലപാട് ഇനി അങ്ങനെ അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന് ഉള്ളിലുള്ള വി ഡി സതീശൻ എതിരാളികളുടെ നിലപാട്. ആ നിലപാട് ഇപ്പോൾ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്, പരസ്യമായി പുറത്തു വന്നിരിക്കുകയാണ്. സതീശൻ എടുത്തിട്ടുള്ള ഏകാധിപത്യ നിലപാടുകൾ എന്തൊക്കെയാണ്? 1, സർക്കാർ അഭിഭാഷകരുടെ നിയമനം. ആ നിയമനം UDF-ലോ മന്ത്രിസഭാ യോഗത്തിലോ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് വി ഡി സതീശനെ എതിർക്കുന്നവർ പറയുന്ന ആദ്യത്തെ ഒരു കാരണം. 2ാമത്, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് അദ്ദേഹം ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമ്പോഴാണ് എക്സൈസ് മന്ത്രിയും അതേപോലെ ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ അറിയുന്നത്. നമുക്കറിയാമല്ലോ, ആഭ്യന്തരമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനാണ് എക്സൈസ് മന്ത്രിയായിട്ടുള്ള M. ലിജു. ആ 2 പേരും അന്ന് ഈ നികുതി ഇളവിന് എതിരായി അസ്വസ്ഥത പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തു. ഇതാണ് സതീശന്റെ 2 നീക്കങ്ങൾ. 3ാമത് ഒരു കാര്യം കൂടി പറയാം. MG സർവകലാശാലയിലെയും കാർഷിക സർവകലാശാലയിലെയും താൽക്കാലിക VC-മാരുടെ നിയമനം ഗവർണർ നടത്തി. ആ VC-മാർ 2 പേരും സംഘപരിവാർ അനുകൂലികളാണ്. അതിനെതിരെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അടക്കമുള്ളവർ ശക്തമായി രംഗത്ത് വന്നെങ്കിലും വി ഡി സതീശൻ മൗനം പാലിക്കുകയാണ്. ഇനി 4ാമത്തെ ആരോപണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് വി ഡി സതീശൻ എതിരാളികളെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ച കാരണം. വി ഡി സതീശന് എതിരായി സംഘടിതമായ നീക്കമുണ്ടാകാനും കാരണം അതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി അദ്ദേഹം N. ശേഷാദ്രിനാഥനെയാണ് നിയമിച്ചത്. ശേഷാദ്രിനാഥൻ കഴിഞ്ഞ 15 വർഷമായി സംഘപരിവാർ അനുകൂലിയാണ്. മാത്രമല്ല, അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോട് ജില്ലാ ജഡ്ജിയായി മാർച്ച് 31 വിരമിച്ച ആൾ കൂടിയാണ്. കടുത്ത സംഘപരിവാർ അനുകൂലിയായ N. ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വി ഡി സതീശൻ നിയമിച്ചതും കോൺഗ്രസിലോ പാർലമെന്ററി പാർട്ടിയിലോ UDF-ലോ ഒന്നും തന്നെ ചർച്ച ചെയ്യാതെയാണ്, മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെയാണ് N. ശേഷാദ്രിനാഥനെ ഏകപക്ഷീയമായി നിയമിച്ചത്. അങ്ങനെ തുടരെ വി ഡി സതീശന്റെ ഏകാധിപത്യ പ്രവണത പാർട്ടിയിലും മന്ത്രിസഭയിലും രൂക്ഷമായി വരുന്നതോടുകൂടിയാണ് സതീശനെതിരെ പരസ്യമായ പടയൊരുക്കത്തിന് മറുവിഭാഗം തയ്യാറെടുക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു അട്ടിമറി നീക്കം നടക്കുന്നത് എന്നാണ് സൂചന. നിയാസ് പ്രധാനമായും പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷമായി UDF പ്രവർത്തകർ ചോരയും നീരും കൊടുത്തിട്ടാണ് ഈ ഒരു സർക്കാരിനെ അധികാരത്തിലെത്തിയിട്ട്, എന്നിട്ട് ഇപ്പോൾ തോന്നിയ പോലെ തോന്നും പടി അങ്ങനെ അങ്ങ് എല്ലാവരും ഈ ഏകപക്ഷീയമായ നിയമനത്തെ അംഗീകരിക്കും എന്ന് കരുതേണ്ടതില്ല എന്ന് വളരെ സ്പഷ്ടമായി, വ്യക്തമായി, പരസ്യമായി PM നിയാസ് തുറന്നടിച്ചിരിക്കുന്നു. നിയാസ് ഇങ്ങനെ പറയുന്നതിന്റെ പശ്ചാത്തലം മറ്റൊന്നുകൂടിയുണ്ട്. അദ്ദേഹം പറയുന്നതിന് മുൻപായി ആരെയെല്ലാമാണ് കണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അദ്ദേഹം പോയി കണ്ടു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി അദ്ദേഹം മണിക്കൂറുകളോളം ചർച്ച നടത്തി നവാസ്. അതിനുശേഷം KPCC അധ്യക്ഷനും ഇപ്പോൾ വൈദ്യുതി മന്ത്രിയുമായിരിക്കുന്ന സണ്ണി ജോസഫുമായി PM നിയാസ് ചർച്ച നടത്തി. ഈ 2 പേരുമായി PM നിയാസ് ചർച്ച നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ കൊണ്ടും PM നിയാസ്
അടങ്ങി നിൽക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി MP എന്നിവർക്കടക്കം രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നു. ഇങ്ങനെ സതീശൻ ഏകാധിപത്യ പ്രവണത കാണിക്കുകയാണ്. സംഘപരിവാർ അനുകൂലിയായിട്ടുള്ള N ശേഷാദ്രിനാഥനെയാണ് ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സ്വഭാവത്തിലൂടെ അദ്ദേഹം നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് അദ്ദേഹം മല്ലികാർജുന ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ കൺവീനറായി പ്രവർത്തിക്കുന്ന സ്ഥിരാംഗം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട പദവിയാണ്. ആ പദവിയിൽ UDF എതിരായി നിൽക്കുന്ന കാലാകാലങ്ങളിൽ അദ്ദേഹം പഠിച്ചത് ഞാൻ പഠിച്ച കാലഘട്ടത്തിലാണ്. ഞാൻ KSU ജില്ലാ പ്രസിഡൻ്റായിരുന്ന കാലത്ത് അദ്ദേഹം SFIയുടെ ഏറ്റവും സജീവമായ പ്രവർത്തകനും നേതാവുമായിരുന്നു. ലോ കോളേജിൽ ഞാൻ പഠിക്കുമ്പോഴാണ് അദ്ദേഹം ജൂനിയറായി എനിക്ക് അവിടെ പഠിക്കാൻ വന്നത്. അന്ന് KSU നേരിടാൻ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം താമസിച്ചത് ഞാൻ കൗൺസിലറായിട്ടുള്ള ചാലപ്പുറത്ത് തളിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മവും അതുപോലെ താമസവും ഒക്കെ മുന്നോട്ട് പോയത്. അദ്ദേഹം LLB കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങിയത് കോഴിക്കോടാണ്, മഞ്ചേരി സുന്ദരരാജൻ്റെ കീഴിലാണ്. അന്ന് ഒരു കാലത്തും UDFോ കോൺഗ്രസോ ആയിട്ടില്ലാത്ത, എന്നും UDFനും കോൺഗ്രസിനും എതിരായി നിലപാടെടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 15 വർഷമായി സംഘിയാണ് എന്ന് പറഞ്ഞാൽ ഒരു സംഘിക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ പൂർണ്ണമായി സംഘിവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തിയെ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ, UDF അധികാരത്തിലിരിക്കുമ്പോൾ ഇത്രയും സുപ്രധാനമായ പദവിയിലേക്ക് വെക്കുന്നത് തെറ്റാണ് എന്ന എൻ്റെ ആത്മരോഷമാണ്. അതെൻ്റെ ആത്മരോഷം മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി പാർട്ടിക്ക് വേണ്ടി SFIക്കാരോടും DYFIക്കാരോടും CPMമാരോടും പോലീസുകാരോടും അതിശക്തമായി എതിരിട്ട് അവരോട് പോരാടി ജയിൽ ശിക്ഷ അനുഭവിച്ച് പീഡനങ്ങൾ അനുഭവിച്ചു വന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അവർ CPMനെതിരായും അതുപോലെ സംഘികൾക്കെതിരായും നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. അവരുടെ ആത്മവീര്യം കെടുത്തുന്ന നടപടിയാണിത്. വിശ്വാസികളെയും സംഘികളെയും തിരിച്ചറിയുവാൻ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കറിയാം, കേരളത്തിലെ UDFക്കാർക്കറിയാം. നമ്മളെല്ലാവരും വിശ്വാസികളാണ്, പക്ഷേ നമ്മളെല്ലാം സംഘികളാണോ? അപ്പോൾ സംഘികളെ തിരിച്ചറിയുവാനും വിശ്വാസികളെ തിരിച്ചറിയാനും കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ. അത് അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട ആളല്ല. ഞാൻ എൻ്റെ പാർട്ടിയിൽ എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റിനോട്, പാർട്ടിയുടെ മുഖ്യമന്ത്രിയോട്, പാർട്ടിയുടെ AICC ജനറൽ സെക്രട്ടറിയോട്, പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരോടാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഇനി എന്താണ് ശേഷാദ്രിനാഥൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർഡ് വിഭജനം വരികയാണ്. അദ്ദേഹം കടുത്ത സംഘപരിവാർ അനുകൂലിയാണ്. അതുകൊണ്ട് തന്നെ വാർഡ് വിഭജനം വരുമ്പോൾ സംഘപരിവാറിന് അനുകൂലമായി പഞ്ചായത്ത് വാർഡുകളെ അടക്കം വിഭജിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ PM നിയാസ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കോൺഗ്രസിന് സ്വാധീനമുള്ള പല വാർഡുകളെയും വെട്ടിമുറിച്ചുകൊണ്ട് അത് സംഘപരിവാർ അനുകൂല വാർഡുകളാക്കി മാറ്റാൻ N ശേഷാദ്രിനാഥൻ മടിക്കില്ല. അതിന് VD സതീശൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. മറ്റൊന്ന്, അദ്ദേഹം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ശേഷാദ്രിനാഥന്റെ സംഘപരിവാർ ബന്ധം അന്വേഷിക്കണം, അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ അന്വേഷിക്കണം. ആ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ അദ്ദേഹം എന്തെല്ലാമാണ് ഇട്ടിരിക്കുന്നത്? മുഴുവൻ കഴിഞ്ഞ 15 വർഷമായി സംഘപരിവാർ അനുകൂല നിലപാട് സോഷ്യൽ മീഡിയയിലടക്കം പങ്കുവെക്കുന്നയാളാണ് N ശേഷാദ്രിനാഥൻ. അങ്ങനെ ശേഷാദ്രിനാഥന്റെ കാര്യത്തിൽ, സർക്കാർ അഭിഭാഷകരുടെ നിയമന കാര്യത്തിൽ, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിന്റെ കാര്യത്തിലടക്കം സതീശൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. ആരോടും ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് അടിയന്തിരമായി തന്നെ VD സതീശനെ മാറ്റണം എന്നുള്ള ഒരു ഗൂഢാലോചന കോൺഗ്രസിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം PM നിയാസ് ഇങ്ങനെ പറയണമെങ്കിൽ, KPCC ജനറൽ സെക്രട്ടറിയായ PM നിയാസ് ഇങ്ങനെ മാധ്യമങ്ങളോട് വിളിച്ചു പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ വലിയ ഒരു ശക്തിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയൊരു ഗ്രൂപ്പ് രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. VD സതീശനെതിരെ കോൺഗ്രസിനകത്ത് വലിയൊരു ഗ്രൂപ്പ് രൂപം കൊള്ളുന്നു. അത് ഒരുപക്ഷെ വളർന്നു വന്ന് VD സതീശനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിലേക്ക് വരെ വന്നിരിക്കാം. ഇപ്പോൾ തന്നെ അതിന്റെ സൂചനകളാണ് PM നിയാസ് വഴി ഈ ഗ്രൂപ്പ് മുന്നോട്ട് വിടുന്നത്. PM നിയാസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള, PM നിയാസിനെ കരുവാക്കിക്കൊണ്ടുള്ള ഒരു ആസൂത്രിത നീക്കം VD സതീശന് എതിരായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം PM നിയാസ് അത്രയും രൂക്ഷമായിട്ടാണ് VD സതീശനെ വിമർശിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സതീശനെ
PM നിയാസ് കടന്നാക്രമിക്കുമ്പോൾ ഒരാളും പ്രതിരോധിക്കാനില്ല. കോൺഗ്രസിൽ നിന്നും ആരും തന്നെ പ്രതിരോധിക്കാനില്ല. സണ്ണി ജോസഫാണ് KPCC അധ്യക്ഷൻ, അദ്ദേഹം മന്ത്രി കൂടിയാണ്, അദ്ദേഹം മൗനം പാലിക്കുന്നു. ആഭ്യന്തരമന്ത്രി മൗനം പാലിക്കുന്നു. KC വേണുഗോപാൽ മൗനം പാലിക്കുന്നു. മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു. ആകെ നിയാസിനെ എതിർത്ത് രംഗത്ത് വന്നതാകട്ടെ കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറിയായ ഷാജിർ അറാഫത്തിനെ പോലെ വളരെ പ്രാധാന്യം കുറഞ്ഞ ഒരു നേതാവ് മാത്രമാണ്. ബാക്കി മുഴുവൻ പേരും മൗനം പാലിക്കുന്നു. പിന്നീട് സതീശനെ അനുകൂലിച്ചത് ഏകയാൾ KM ഷാജിയാണ്. ഷാജി മാത്രമാണ് ഇക്കാര്യത്തിൽ VD സതീശനെ അനുകൂലിച്ചത്. അദ്ദേഹം ഒരു അഴകുഴമ്പൻ നയം സ്വീകരിച്ചു. അതായത് മന്ത്രിസഭയിലടക്കം ഇക്കാര്യത്തിൽ ശേഷാദ്രിനാഥനെ നിയമിക്കുന്ന കാര്യത്തിൽ മന്ത്രിസഭയിലടക്കം VD സതീശൻ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് KM ഷാജി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ക്യാബിനറ്റിൽ വളരെ കൃത്യമായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി പറയാനുണ്ടെങ്കിൽ എൻ്റെ പറയാനുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു. ഇനി എന്തേ പറയണമെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക. എന്നോട് ഇനി അതിൽ ചോദിച്ചാൽ പറഞ്ഞതിനപ്പുറത്ത് പറയാനോ മാറ്റി പറയാനോ ഞാൻ തയ്യാറുമല്ല. എന്നാൽ KM ഷാജിയുടെ ഈ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ കോൺഗ്രസ് മന്ത്രിമാർ, ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ തയ്യാറാകുന്നില്ല. സണ്ണി ജോസഫ് അടക്കമുള്ളവർ തയ്യാറാകുന്നില്ല. അവരെല്ലാം തന്നെ മൗനം പാലിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. PM നിയാസ് മുഖ്യമന്ത്രി VD സതീശന് ഒരു കൂടിക്കാഴ്ചയ്ക്ക് പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് സമയം ചോദിച്ചെങ്കിലും VD സതീശൻ അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ PM നിയാസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസിനകത്ത് നിന്ന് VD സതീശനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കത്തിന്റെ തുടക്കം തന്നെയാണ് ഇതെന്ന് കൃത്യമായി പറയേണ്ടി വരും. ഈ ഒരു ഓപ്പറേഷൻ സതീശൻ എത്രത്തോളം വിജയം കാണുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. കാരണം സതീശന്റെ ബുദ്ധി നമുക്കറിയാമല്ലോ, കൂർമ്മ ബുദ്ധിയാണ്. അദ്ദേഹം ലക്ഷ്യം കാണുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് മാർഗം ഒരു തടസ്സമില്ല. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ആരെങ്കിലും ഒരാൾ വിരൽ ചൂണ്ടിയാൽ ആ ചൂണ്ടുന്ന വിരലിനെ അടക്കം തകർത്ത് കളയാൻ ശേഷിയുള്ളയാളാണ് VD സതീശൻ. VD സതീശൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുമ്പോൾ, ഇവിടെ വലിയൊരു ഗ്രൂപ്പ് രൂപം കൊള്ളുമ്പോൾ അതിനെതിരായി VD സതീശൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത്. PM നിയാസിനോട് എന്ത് നിലപാടാണ് VD സതീശൻ കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഇപ്പോൾ മൗനം പാലിക്കുന്ന മന്ത്രിമാരടക്കമുള്ള കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവരോട് എന്ത് നിലപാട് സതീശൻ സ്വീകരിക്കും എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.